എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ട് നേന്ത്രപ്പഴവും വെച്ചിട്ട് ഒരു കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയില്ല, നമുക്ക് ഒരു സാധാ ഒരു പ്ലം കേക്കല്ല, സാധാ ഒരു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്ന ഒരു കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞുതരാം. 2 നേന്ത്രപ്പഴം വേണം, പിന്നെ ഗോതമ്പ് പൊടി 1 ഗ്ലാസ്, നമ്മൾ അളവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ പഞ്ചസാര, പിന്നെ 1 നുള്ളു ഉപ്പ്, വാനില എസൻസ്, 2 മുട്ട വേണം, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇടാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് കാണാം. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ളു ബേക്കിംഗ് സോഡ, പിന്നെ ബേക്കിംഗ് പൗഡർ, ഇത് പിന്നെ 1 നുള്ളു ഉപ്പ്. ബേക്കിംഗ് സോഡ പൊടി വന്നിട്ട് 1/2 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ വന്നിട്ട് 1 ടീസ്പൂണും ഇട്ടിട്ടുണ്ട്. 1 നുള്ളു ഉപ്പ്. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാനാണ് നമ്മൾ 1 പിഞ്ച് ഉപ്പ് ഇടുന്നത്. എന്നിട്ട് നന്നായി അരിച്ചെടുക്കുക. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കേക്ക് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട, പിന്നെ വെള്ളത്തിൻ്റെ അംശമുള്ള പാത്രങ്ങൾ അതൊന്നും ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കേക്ക് നമ്മുടെ സ്ലോപ്പ് ആയി പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഗോതമ്പ് പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് അരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പം നമ്മൾ പഴവും കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് അധികം മധുരം പഞ്ചസാര ആവശ്യമില്ല. അപ്പോൾ അത് കുറച്ച് 1/4 ഗ്ലാസ് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം പഴത്തിൽ നല്ല പഴുത്ത പഴമൊന്നും അധികം വേണ്ട. അപ്പം ഞാനിതാ 1/2 ഗ്ലാസോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് പഞ്ചസാര, പിന്നെ 2 ഏലക്ക, പിന്നെ 1 ഗ്രാമ്പു. ഇതും കൂടിയാണ് പൊടിക്കുന്നത്. 1 ഗ്രാമ്പു, 1/2 ഗ്ലാസ് പഞ്ചസാര, 2 ഏലക്ക, 1 ഗ്രാമ്പു. ഇത് നന്നായി ഇതും ഏലക്കായും പൊടിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ പഴം നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമുക്ക് 2 പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സിയിലിട്ട് അടിക്കുക. നന്നായി മിക്സിയിലിട്ട് അടിക്കണം. നന്നായി മിക്സിയിലിട്ട് പഴം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഏലക്ക ഇത് പൊടിച്ചില്ല, ഇതിൻ്റെ ഒപ്പം നമുക്ക് 2 മുട്ട ഒഴിക്കാം. രണ്ട് മുട്ട, പിന്നെ കുറച്ച് വാനില എസൻസ്, ഇത് നന്നായി അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. നമുക്ക് മുട്ടയും പഞ്ചസാര നേരത്തെ പൊടിച്ചതിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. 2 മുട്ട വാനില എസൻസും കൂടി നന്നായി അടിച്ചെടുക്കാം. പിന്നെ 1/4 ഗ്ലാസ് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണം. ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട്.
ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അധികം നേരം ഇത് മിക്സിയിലിട്ട് കറക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് കറക്കിയാൽ മതിയാവും. ഇത്രയേ ഉള്ളൂ. നമുക്കിനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഞാൻ ഈ ഡവറിയിലാണ് ആക്കണം. അപ്പോൾ അതിനുള്ള ഇത് നോക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാൻ കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് തടവി കൊടുത്ത് കുറച്ച് പൊടി, ബട്ടർ പേപ്പർ ഒന്നും ഇല്ല. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ നന്നായി ഗോതമ്പ് പൊടി തൂക്കി കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ബാറ്റർ. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ച പഴം മിക്സ് ചേർക്കും. പഴത്തിന്റെ ഇത് നമ്മൾ അടിച്ചു വെച്ച പഴമുണ്ട്. അപ്പൊ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിലാണ് ഇറക്കി വെക്കാൻ പോകണം. അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് സിമ്മാക്കി വെക്കാം. സിമ്മാക്കിയിട്ട് ഒരു 15 മിനിറ്റ് വരെ നമ്മൾ വിസിലൂരിയിട്ടാണ് വെക്കുന്നത്. 15 മിനിറ്റ് വരെ ഒരേ ഇതിൽ നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്കിത് ബാക്കിയുള്ള കാര്യം ചെയ്യാം. അപ്പം നമ്മൾ നേന്ത്രപ്പഴം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇത് മിക്സ് കേക്കിന്റെ ബാറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഒരേ സൈഡ് തന്നെ അധികം സ്ലോ ആയിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. ഒരുപാട് ഹാർഡ് ആക്കിയിട്ടാക്കണ്ട. അപ്പൊ കേക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരു സൈഡ് തന്നെ, ഒരു ഭാഗത്ത് തന്നെ പരമാവധി ഇതാവാൻ നോക്കുക കേട്ടോ. പിന്നെ എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളോ ഒന്നുമില്ല. സാധനം മീൻസ് പാത്രങ്ങളോ ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമാവാൻ പാടില്ല. നമ്മൾ ഇവിടെ കേക്കിന്റെ ബാറ്റർ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഇനി ഡെക്കറേഷന് വേണ്ടി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ ഇതിന്റെ മേലിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്കിന്റെ ബാറ്റർ ശരിയായിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഇതൊരു 35-40 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പൊ നമുക്കിത് കുക്കറിലോട്ട് കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ഇറക്കി വെക്കാം. അപ്പൊ നമ്മ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട് ബേക്ക് ചെയ്യാൻ. കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. ഇപ്പൊ നമ്മ കുക്കറിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. വിസിലൂരിയിട്ട് വേണം നമ്മൾ അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നോക്കാം. നമ്മൾ
മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു 35 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അപ്പൊ നമുക്കിത് നോക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇവിടെ ഒരു 35 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. തുറന്ന് നോക്കാം. ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇതിന്ന് എടുക്കണം. കേക്ക് സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും എന്താ പറയുക ചെയ്ത് നോക്കണം, ട്രൈ ചെയ്യണം. നമുക്കിനി ഇത് നല്ല ചൂടാണ്. ഇപ്പോൾ ഇത് ആറിയിട്ട് ഇതിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. ഹായ്, മക്കളൊക്കെ ഇതവിടെ ഉണ്ട്. ഇതാ കേക്ക് തിന്നാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നതാ. ഇതായിട്ട് വേണം. അപ്പോൾ നമുക്കിത് ആറിയിട്ട് മുറിച്ചിട്ട് നമുക്ക് നോക്കാം. ചൂടോടെ നമുക്ക് നോക്കാം. പക്ഷെ അതിനുള്ള സമയം ഇവിടെ കൈകൊള്ളി. അപ്പൊ ചൂടില്ലെങ്കിൽ വെറുതെ ഒന്ന് കമത്തിയ വരുന്നതാണ്. ഇത് സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേക്ക്. ഇതാ അടിഭാഗം ഒരു ഒട്ടും കരിഞ്ഞിട്ടില്ല. സൂപ്പറായിട്ടില്ല. കേക്ക് തിന്നാൻ വേണ്ടി വരിയായി നിൽക്കുകയാണ്. കേക്ക് തിന്നാൻ എടുക്കണ്ട. അപ്പൊ നമുക്കിത് പറൂട്ടി ഹായ് പറ. എല്ലാവരും സ്കൂളില്ലല്ലോ. അപ്പൊ ഇതാ കേക്ക് സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. നിക്ക് ഞാൻ ഡെക്കറേഷനുള്ള ഇനി അടുത്ത കേക്ക് ഞാൻ കാറ്റും കൊണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. ആ വീഡിയോ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പറായിട്ടുണ്ട് അല്ലേ? മതിയോ?